എല്ലാവർക്കും നമസ്കാരം. എന്താ കഥ? ഈ ഉത്സവത്തിരക്കിനിടയ്ക്ക് ഈ ദീപ്തിയും ശ്രുതിയും കൂടി അങ്ങനെ ഗുരുവായൂരിലെത്തി. ആരാ ദീപ്തി എന്നൊക്കെ അറിയണ്ടേ? ദീപ്തി എൻ്റെ സഹോദരിയാണ്. എൻ്റെ സഹോദരി എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ്. അപ്പം ദീപ്തി ശ്രുതി സുഹൃത്താണ്. അവരങ്ങനെ ഗുരുവായൂർ പോയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് കേട്ടപ്പം അത് രസമുള്ളൊരു അനുഭവം തന്നെയാണ്. അപ്പം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ തോന്നി. അപ്പോൾ റെഡിയല്ലേ? അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ യാത്രകൾ നടത്തിയിട്ടുണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് തന്നെ യാത്ര പോവുക. ഒരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര പോവുക എന്ന് പറയുന്നത് വളരെ സുഖമുള്ള ഒരു കാര്യമാണല്ലേ. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പം ഞാനത് വായിക്കാം, എന്നിട്ട് പറയാം. ഗുരുവായൂരിലേക്കുള്ള യാത്ര ഒരു സ്വപ്നമായിരുന്നു. കാത്തുകാത്തിരുന്നാണ് ഞങ്ങൾ ഫെബ്രുവരി 27 അവിടെ എത്തിയത്. പിറ്റേന്ന് ഉത്സവം. ഞങ്ങൾ 2 പേര്. ഏതോ ജന്മത്തിൽ ഒരുപക്ഷേ കൃഷ്ണന്റെ ഗോപികമാരായിരിക്കാം എന്ന് വൃഥാ മനസ്സിലങ്ങനെ വിചാരിച്ചു കേട്ടോ. രാത്രി ബസ്സിറങ്ങി മുറിയെടുത്ത് കുളിച്ച് നടയിലേക്ക് പുറപ്പെട്ടു. രാത്രി തിരക്കില്ലാത്ത ഇടങ്ങളിലൂടെ നടന്ന് ക്യൂ നിന്ന് വാകച്ചാർത്ത് കണ്ടു. മുറിയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ കുളിച്ച് വീണ്ടും തൊഴുതു. വീട്ടിൽ നിന്ന് ഒരു ഫോൺ വന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു. അന്നേരം പായസം വാങ്ങേണ്ടയിടത്ത് നല്ല തിരക്കാണ്. മുറിയിലെത്തി സാധനങ്ങളെടുത്ത് ഓടിപ്പോകുമ്പോൾ ലിഫ്റ്റിൻ്റെ അടുത്ത് ഒരു ചേച്ചി കയ്യിൽ പായസം നിറച്ച ഡപ്പ. പായസമൊക്കെ കഴിപ്പിച്ചോ? ഇല്ല, തിരക്കാണ്. എന്നാൽ ഈ പായസം എടുത്തോ, ഞങ്ങൾ വൈകിട്ടേ പോകൂ, അപ്പോഴേക്കും കേടാകും. സത്യം പറഞ്ഞാൽ പായസം വാങ്ങി ഇറങ്ങിയപ്പോൾ പിന്നീട് ആലോചിച്ചു, അതിലൊരു തുള്ളി പോലും അവർ കുടിക്കാത്തത് എന്തേ? അവരുടെ കൂടെ ബന്ധുക്കളില്ലേ? 2-3 പേര് കുടിച്ചാൽ ആ പായസം തീരില്ലേ? പായസം ഇഷ്ടമില്ലാത്തവർ അത് കഴിപ്പിക്കുമോ? എന്തോ ഉണ്ട്. ആഗ്രഹിച്ചതാണ്, കൊതിച്ചതാണ് കയ്യിൽ കൊണ്ട് തന്നുട്ടോ കണ്ണൻ. ചിലപ്പോൾ പൊതിഞ്ഞു കിട്ടുന്നത് സങ്കടങ്ങൾ കൊണ്ടാണേലും ഉള്ളിൽ സന്തോഷത്തിൻ്റെ അവിൽ നിറക്കിയല്ലോ കണ്ണൻ. എന്താ കഥ? ദീപ്തി കുറച്ച് എഴുതുന്ന കൂട്ടത്തിലൊക്കെയാണ്, എനിക്കറിയാം, കവിതകളൊക്കെ എഴുതും. ഈ ഒരു അനുഭവം സംതിങ് സ്പെഷ്യൽ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തിരക്കിട്ട് 2 സുഹൃത്തുക്കൾ ഗുരുവായൂരിലെത്തുക. ഗുരുവായൂരിൽ രാത്രിയൊക്കെ അങ്ങനെ നടക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ പടിഞ്ഞാറ് നിന്നുള്ളൊരു കാറ്റും, അങ്ങനെ എത്രയും ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഗുരുവായൂരിലൂടെ രാത്രിയും പുലർച്ചെയുള്ള ആ ഒരു നടത്തമൊക്കെ ഉണ്ടല്ലോ. മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും പിന്നെ ആ ഗുരുവായൂരിൻ്റെ അനൗൺസ്മെൻറ്റും ഒക്കെ അങ്ങനെയായിട്ട് ഇവർ 2 പേരും കൂടെ അങ്ങനെ തിരിച്ച് വരാൻ വന്നപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് പാൽപ്പായസം കിട്ടുന്നത്. ആഗ്രഹിച്ചു, ആഗ്രഹം കണ്ണൻ അത് കാണും. അതാണല്ലോ നമ്മുടെ ഗുരുവായൂരപ്പ ഭക്തരുടെ പ്രത്യേകത അല്ലേ. അപ്പം ഇവരുടെ യാത്ര കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. എന്താ വെച്ചാൽ അങ്ങനെയാണ് യാത്ര പോവുക. ഞങ്ങൾ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്ന് കൂടെ ഒന്നും ആരും വരാനില്ലെങ്കിലും ഒക്കെ സുഹൃത്തുക്കളൊക്കെ, നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക, യാത്ര പോവുക, എല്ലാം ആഘോഷിക്കുക. എന്താ കഥ? എത്ര നല്ല അനുഭവമാണ്. അപ്പം ദീപ്തിക്ക് നന്ദി പറയാണ്, കൂടെ ശ്രുതിക്കും നന്ദി പറയാണ് ഇങ്ങനെ ഒരു അനുഭവം തന്നതിന്, അയച്ചു തന്നതിന്. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഗ്രൂപ്പിൽ വരേണ്ടതൊക്കെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലൂടെയാണ് വരേണ്ടത്, ജോയിൻ ബട്ടണിലൂടെ. അപ്പോൾ ഈ അനുഭവം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.